നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നയാളെ എന്തായാലും ഈ സെക്കൻഡ് ക്വാളിഫയർ കണ്ടവർ മറക്കില്ല. കാരണം ഷഹബാസ് അഹമ്മദ് എന്ന ഒരു ലെഫ്റ്റ് ആം സ്പിന്നർ, അദ്ദേഹത്തിലേക്ക് വരുന്നതിന് മുമ്പ് ശരിക്കും ഇന്ന് നമ്മൾ ചെപ്പോക്കിൽ കണ്ടത്, നമ്മൾ തലേദിവസം പറഞ്ഞു, ഇപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ചെപ്പോക്ക് എന്ന് പറഞ്ഞാൽ അത് സ്പിൻ ട്രാക്കാണ്. ശരിക്കും ഈ സ്പിൻ ട്രാക്കിനെ ഉപയോഗപ്പെടുത്തിയ ഒരു ക്യാപ്റ്റനുണ്ട്, പാറ്റ് കമിൻസ്. ഞാൻ ഈ മത്സരത്തിൽ, അതായത് 36 റൺസിന് ഹൈദരാബാദ് വിജയിച്ച മത്സരത്തിൽ 100-ൽ 95 മാർക്ക് നൽകുന്നതും പാറ്റ് കമിൻസ് എന്ന നായകനാണ്. അതിന് കുറേ കാരണങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനമെന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പ്, ഏകദിന വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ കണ്ടതാണ്. മൊട്ടേര സ്റ്റേഡിയത്തിൽ ഗ്ലെൻ മാക്സ്വെൽ എന്ന പാർട്ട് ടൈം സ്പിന്നർക്ക് അദ്ദേഹം പന്ത് കൊടുക്കുന്നു. ആ സ്പിന്നറാണ് രോഹിത് ഉൾപ്പെടെയുള്ളവരെ പുറത്താക്കി വലിയ ബ്രേക്ക് ത്രൂ ആ ഫൈനലിൽ ശരിക്കും ഓസ്ട്രേലിയക്ക് നൽകിയത്. അതേപോലെ ഇന്നത്തെ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഷഹബാസ് അഹമ്മദ് എന്ന പ്ലെയർ ഇമ്പാക്റ്റ് പ്ലെയറാണ്. ആ ഇമ്പാക്റ്റ് പ്ലെയറെ കൊണ്ടുവന്നതാരാ? ഇമ്പാക്റ്റ് പ്ലെയറെ നിർണ്ണയിക്കുന്നതിൽ ക്യാപ്റ്റന് വലിയ സ്ഥാനമുണ്ട്. ഈ ഷഹബാസ് അഹമ്മദാണ് ബാറ്റിങ്ങിൽ വലിയ ഒരു സംഭാവന നൽകുന്നു. ബൗളിങ്ങിലേക്ക് വന്നപ്പോൾ 4 ഓവറിൽ 23 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റ് അദ്ദേഹം നേടുന്നുണ്ട്. അതേപോലെ അഭിഷേക് ശർമ്മ എന്ന ഓപ്പണറെ, ആ ഓപ്പണറേയും പാർട്ട് ടൈമറാണ് അദ്ദേഹത്തെയും പാറ്റ് കമിൻസ് ഉപയോഗപ്പെടുത്തിയ വിധം എന്ന് പറയുമ്പോൾ 4 ഓവർ അദ്ദേഹത്തിനും കൊടുക്കുന്നു, 24 റൺസ് മാത്രം അദ്ദേഹം കൊടുക്കുന്നു, 2 വിക്കറ്റ് അദ്ദേഹം നേടുന്നു. അപ്പോൾ ഈ 2 പാർട്ട് ടൈമേഴ്സ്, ഒരാൾ പൂർണ്ണമായിട്ട് പാർട്ട് ടൈമർ അല്ല എങ്കിൽ പോലും 2 പേര് 8 ഓവറിലായിട്ട് 5 വിക്കറ്റാണ് വീഴ്ത്തിയത്. ഈ 5 വിക്കറ്റുകളാണ് രാജസ്ഥാൻ്റെ തോൽവിയിൽ വലിയ പങ്കുവഹിച്ചത്. എന്തായാലും പാറ്റ് കമിൻസിലെ നായകൻ എത്ര കൂളാണ് അദ്ദേഹം. നമ്മൾ ഈ ശരിക്കും ഇത്തവണ ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ചിത്രം തന്നെ മാറ്റിമറിച്ചൊരു നായകനാണ് അദ്ദേഹം. സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇങ്ങനെ സ്കോർ നേടുമ്പോൾ ഇന്നും തുടക്കം പതറിയിട്ട് പോലും അവർ 170+ വന്നു. 374 റൺസ് അവർ നേടുന്നുണ്ട്. അതിലേക്ക് അവർ വരാനൊരു കാരണം, എല്ലാവർക്കും ഫ്രീഡം കൊടുക്കുകയാണ്. ഇപ്പോൾ അഭിഷേക് ഇന്ന് വളരെ പെട്ടെന്ന് പുറത്താവുന്നു, ട്രാവിസ് ഹെഡ് അവിടെ നിൽക്കുന്നുണ്ട്. എന്നാലും പിന്നീട് വന്നവരൊക്കെ വളരെ വേഗം പുറത്തായിട്ടും ഹെൻറിച്ച് ക്ലാസിനെ പോലുള്ളവർക്കെല്ലാം ഫ്രീഡം കൊടുത്ത് ആ ഒരു ടോട്ടലിലേക്ക് വരുന്നു. സഞ്ജുവിന് നായകൻ എന്ന രീതിയിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല, കാരണം അദ്ദേഹം വളരെ മനോഹരമാണ്. അദ്ദേഹത്തിന് പാറ്റ് കമിൻസോളം രാജ്യാന്തര അനുഭവ സമ്പത്തില്ല. ശരാശരി, അതായത് അദ്ദേഹം ഈ IPL കഴിഞ്ഞ സീസൺ മുതലാണ് നായക സ്ഥാനത്തേക്ക് അദ്ദേഹം വരുന്നത്. എങ്കിൽ പോലും അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് വരാൻ, സ്വതന്ത്രമായ തീരുമാനങ്ങളിലേക്ക് വരാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിന് ടോസ് ലഭിക്കുന്നു. ടോസ് ലഭിച്ചതിന് ശേഷം അദ്ദേഹം, അതായത് ബൗളിംഗ് തിരഞ്ഞെടുക്കുന്നുണ്ട്. ബോൾട്ട് വളരെ മനോഹരമായിട്ട് പന്തെറിയുന്നുണ്ട്. അശ്വിൻ നിരാശപ്പെടുത്തിയെങ്കിലും പോലും ചഹൽ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നീട് സന്ദീപും ആവേശം ചേർന്നപ്പോൾ ഗംഭീരമായിട്ടൊരു 174 എന്നൊക്കെ പറയുന്നത് ഹൈദരാബാദിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞത് വലിയ കാര്യമാണ്. അവിടെ നമുക്ക് വേണ്ടിയിരുന്നത്, അതായത് രാജസ്ഥാൻ ടീമിന് വേണ്ടിയിരുന്നത് ഗംഭീര തുടക്കമായിരുന്നു. ജോസ് ബട്ട്ലർ പോയത് അറിയാനുണ്ട്. കാഡ്മോർ ഇപ്പോഴും കഴിഞ്ഞ 2 കളികളിൽ കളിച്ചു, നമ്മൾ കണ്ടു അദ്ദേഹത്തെ. പക്ഷേ ജോസ് ബട്ട്ലറുടെ അരികിൽ പോയിട്ട്, അതായത് ശരിക്കും ഒരു ഡാഷിംഗ് ഓപ്പണറായിട്ട് മാറാനൊന്നും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കുറേ പന്തുകൾ തുടക്കം പാളി. ജയ്സ്വാൾ നന്നായി കളിച്ചപ്പോഴും മറുഭാഗത്തു നിന്ന് കാര്യമായിട്ട് പിന്തുണ കിട്ടിയില്ല. സഞ്ജു വരുമ്പോഴേക്കും സമ്മർദ്ദം ഇങ്ങനെ വരുന്നുണ്ട്. സഞ്ജു കൂറ്റൻ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്, ക്രീസ് വിട്ടുള്ള പ്രഹരത്തിന് ശ്രമിച്ചാണ് അദ്ദേഹം പുറത്തായത്. ഇന്നും അദ്ദേഹം സ്പിന്നർക്ക് ഇരയായിട്ട് അദ്ദേഹം പുറത്താവുന്നുണ്ട്. പിന്നെ വരുമ്പോഴേക്കും പിച്ച് മാറുന്നുണ്ട്. നിങ്ങൾ ഡ്യൂ പ്രതീക്ഷിച്ചെങ്കിൽ അതൊന്നും ഇല്ല അവിടെ. പക്ഷേ ഈ ചെപ്പക്കിനെ കുറിച്ച് പലപ്പോഴും, ഇന്നിപ്പം ചെപ്പക്കിലെ പുതിയൊരു ട്രാക്കിൽ ഈ 7th നമ്പർ പിച്ചിലാണ് ഇന്നത്തെ മത്സരം നടന്നത്. അപ്പോൾ പുതിയ ഒരു പിച്ചിലേക്ക് വരുന്നു. അങ്ങനെ സ്പിന്നേഴ്സ് ശരിക്കും അത് മാൻ ഓഫ് ദി മാച്ച് ബഹുമതി കിട്ടിയതിന് ഷഹബാസ് ഒരു കാര്യം പറഞ്ഞു. ഈ പിച്ച് കണ്ടപ്പോഴേ, അതായത് രാജസ്ഥാൻ ബൗൾ ചെയ്യുന്നത് കണ്ടപ്പോഴേ എനിക്കൊരു സംശയമുണ്ടായിരുന്നു, നമുക്ക് കുറേ ആനുകൂല്യം കിട്ടും എന്നുള്ളത്. അങ്ങനെ ഒരു ബ്രേക്കിലാണ് അദ്ദേഹം പാറ്റ് കമിൻസിനോട് സ്പിന്നിൻ്റെ കാര്യം പറയുന്നത്. പിന്നീടാണ് നമ്മൾ കാണുന്ന വലിയ മാറ്റങ്ങളിലേക്ക് കാര്യങ്ങൾ പോയത്. എന്തായാലും സഞ്ജുവിനെ നിരാശപ്പെടാനില്ല. ഫൈനൽ നഷ്ടമായെങ്കിൽ പോലും സഞ്ജുവിലെ നായകനും രാജസ്ഥാൻ ടീമും വളരെ ഗംഭീരമായി കളിച്ചു എന്നുള്ള കാര്യം വളരെ വലിയ യാഥാർത്ഥ്യമാണ്. ഇനി എന്തായാലും അടുത്ത സീസണിലേക്ക് വരാം. ഇനിയിപ്പോൾ നമ്മൾ ഒരു മത്സരം മാത്രം, നാളെ കളിയില്ല, ഞായറാഴ്ചയിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടതുപോലെ തന്നെ ഈ ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും മികച്ച 2 ടീമുകൾ മത്സരിക്കുന്നു, കൊൽക്കത്ത വേഴ്സസ് ഹൈദരാബാദ്. ആ മത്സരത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.